ഹായ്, നമുക്കൊരു മാങ്ങാച്ചാറ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയാലോ. ഇതുണ്ടാക്കാൻ ആകെ കുറച്ച് സാധനങ്ങൾ മതി. ഏറ്റവും അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്. ഇവിടെ പുളിയുള്ള മാങ്ങ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത്തവണ കിട്ടിയപ്പോൾ ഞാൻ വിട്ടില്ല, എന്തായാലും ഇത് അച്ചാർ ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിനായിട്ട് നമ്മൾ മാങ്ങ നന്നായി കഴുകി ചെറുതായിട്ട് അരിയണേ. അരിയാൻ കുറച്ച് സമയമെടുക്കും, എന്നാലും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പിട്ട് വെക്കണം. ഒരു 2-3 മണിക്കൂറൊക്കെ ഉപ്പിട്ട് വെച്ചാൽ മതിയാവും. ഇതിപ്പോൾ രാവിലെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആകെ വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലെണ്ണ വേണം, മുളക് പൊടി വേണം, ഉലുവ വറുത്ത് ഞാൻ പൊടിച്ച് വെച്ചതാണത്, പിന്നെ കായം വേണം. മുളക് പൊടി തന്നെ ഞാൻ കാശ്മീരി മുളക് പൊടിയും ഇതിൽ ചേർക്കുന്നുണ്ട്, കുറച്ച് നിറം കിട്ടാനായിട്ട്. അപ്പോൾ നമ്മളൊരു ചീഞ്ചട്ടിയിൽ നല്ലെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് വറ്റൽ മുളകും കരിവേപ്പിലയും ഇട്ട് അടുപ്പ് നമ്മൾ ഓഫ് ചെയ്യണം. അതിന് ശേഷം നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ചേർത്തുണ്ട്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ഒരു 2 ടീസ്പൂൺ കായവും ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. നന്നായി ഇളക്കണം. ആ പച്ചമണം മാറണത് വരെ നമ്മൾ നന്നായി ഒന്ന് ഇളക്കണം. അതിനുശേഷം നമ്മൾ ഉപ്പിട്ട് വെച്ച മാങ്ങയില്ലേ, അത് നന്നായി ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ മാങ്ങ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർത്തിട്ട് നമുക്കത് നന്നായിട്ട് ഇളക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ കടുക് വറുത്തതിൻ്റെ ചൂടുണ്ടാവും ആ ചീഞ്ചട്ടിയിൽ. അപ്പോൾ ആ ചൂട് ആ മാങ്ങയിലേക്ക് കിട്ടുമ്പോൾ അതൊന്നിങ്ങനെ എന്താ പറയുക, ഒന്ന് അലുത്ത് ഇതെന്താ പറയുക നന്നായി ചേർന്ന് വന്നോളും. ഉപ്പും മുളകും ഒക്കെ അതിലേക്ക് നന്നായി ചേർന്നുണ്ടാവും. ഇനി നമുക്കതിലേക്ക് ഒരു ചെറിയ ചീഞ്ചട്ടിയിൽ അല്ലെങ്കിൽ ഒരു ചെറിയ പാനിൽ നല്ലെണ്ണ ഒഴിച്ച് കായവും ചേർത്ത് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഈ അച്ചാറിലേക്ക് ഒഴിക്കാം. ഇത് കൂടി ഒഴിക്കുമ്പോൾ അച്ചാർ നല്ലൊരു വാസന വരും. പിന്നെ ഈ അച്ചാർ നമുക്കൊരു 2 ആഴ്ചയോളം നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വയ്ക്കുകയാണെങ്കിൽ സുഖമായിട്ട് കേടാവാതിരിക്കും. എൻ്റെ ഇവിടെ 1 ആഴ്ച ഇരിക്കുള്ളൂ, അതിന് മുമ്പ് ഈ അച്ചാറൊക്കെ തീരും. ഇത് ഫ്രിഡ്ജിലും നമുക്ക് വെച്ച് സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ കുറച്ച് നാളും കൂടി ഇരിക്കും.